വീഡിയോ സ്റ്റെബിലൈസർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇന്നും ഒരു അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നതാണ്. ഇഷാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നും ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ഒരു ഗിംബലാണ്. ബെസ്റ്റ് ആൻഡ് ചീപ്പ് എന്ന് പറയാവുന്ന ഗിംബൽ ഷിയൂൺ സ്മൂത്ത് എക്സ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഷിയൂൺ സ്മൂത്ത് എക്സിൻ്റെ കോംബോ പാക്കാണ്. ഇതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗിംബൽ സാധാരണ ആൾക്കാർ ഗിംബലും ജിംബൽ എന്നൊക്കെ ഉച്ചരിക്കാറുണ്ട്. വീഡിയോ സ്റ്റെബിലൈസർ എന്ന് വേണമെങ്കിൽ പറയാം. ഗിംബൽ ജിംബൽ എന്നൊക്കെ ഉച്ചരിക്കാറുള്ള വീഡിയോ സ്റ്റെബിലൈസറാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കോംബോ പാക്കാണ്. ഇതിന് 5490 രൂപയാണ് വില. ഗിംബൽ മാത്രമാണെങ്കിൽ 4990 രൂപയാണ് വില. ഇത് കോംബോ പാക്കിൽ അധികമായിട്ട് വരുന്നത് ഇതിൻ്റെ ഒരു പാക്കിംഗ് കേസ്, പിന്നെ ഇതിൻ്റെ ഒരു ട്രൈപോഡ് സ്റ്റാൻഡ്, പിന്നെ സി ടൈപ്പ് ചാർജിങ് കേബിളാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇഷാൻ ഇതൊന്ന് അൺബോക്സ് ചെയ്യും. ഞാൻ സഹായിച്ചുതരാം. ഞാനൊന്ന് ആദ്യം സഹായിച്ചു തരാം. ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. ഞാൻ ആദ്യം അത് അഴിച്ചു തരാം. നല്ലൊരു ഇതിൻ്റെ കവർ അഴിച്ചപ്പം വീണ്ടും ഒരു കവറുണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ട് ഏതായാലും നല്ലൊരു പാക്കിങ്ങിലാണ് കൊടുത്തയച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ലൊരു പാക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഒരു കോട്ടിംഗ് ഉണ്ട്, ഒരു പാക്കേജ് ഉണ്ട്. അതും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ കോംബോ പാക്ക്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇവിടെ ഇതാ ഇതിൻ്റെ പേരെഴുതിയിട്ടുണ്ട്. ഇതാ സ്മൂത്ത് എക്സ് എസൻഷ്യൽ കോംബോ, സ്മൂത്ത് എക്സ് എസൻഷ്യൽ കോംബോ. ഞാൻ നേരത്തെ പറഞ്ഞത് കോംബോ പാക്കാണ്. ഗിംബൽ മാത്രമാണെങ്കിൽ ഇത്രയും രൂപയ്ക്ക് ഇല്ല. ഇതിൻ്റെ ഒരു കോംബോ പാക്ക് ആയതുകൊണ്ടാണ് 500 രൂപ എക്സ്ട്രാ. ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ പാക്കേജിൽ എന്തൊക്കെയാണുള്ളത് അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ സൈഡിൽ ഷിയൂൺ എന്നുള്ള ബ്രാൻഡ് പേരുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലെ പ്ലാസ്റ്റിക് ഓപ്പൺ ചെയ്തു. ഇത് എവിടെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്? ഇത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു സീലുണ്ട്. അപ്പോൾ നമുക്ക് ഈ സീല് പൊട്ടിച്ചു. കൈക്കോട്ടാ അപ്പോൾ നമുക്ക് ഓരോന്നാ. ഇതാണ് അതിൻ്റെ ഒരു കേസ്. ഇതിൻ്റെ അകത്ത് വേറൊന്നുമില്ല. ഇതിൻ്റെ കേസ് നമ്മൾ ആദ്യമായിട്ട് എടുത്തു. അതും ഒരു പാക്കേജ് ഉണ്ട്. ഒരുപാട് പ്ലാസ്റ്റിക്കായി. ഇതാണ് അതിൻ്റെ ഒരു പൗച്ച്. കോംബോയിൽ വരുന്ന ഒരു കാര്യമാണ് അതിൻ്റെ പൗച്ച്. നല്ലൊരു പൗച്ചാണ്. ഷിയൂണിൻ്റെ പേരുണ്ട്, അതിൻ്റെ ലോഗോ ഉണ്ട്. ഇനി അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് നോക്കാം. ഇത് ഒരു യൂസർ മാനുവലാണ്. സാധാരണ നമ്മൾ യൂസർ മാനുവലൊന്നും ഒരു ഭാഗത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കാറില്ല. പക്ഷേ ഇതങ്ങനെയല്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗിംബൽ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ഉപയോഗിക്കാൻ. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. പിന്നെ അതിൻ്റെ വാറണ്ടി കാർഡാണെന്ന് തോന്നുന്നു. കുറച്ച് പാക്കേജ് ഉണ്ട്. പിന്നെ ഒരു സർവീസ് കാർഡുണ്ട്, അതുകൂടെ മാറ്റി വെക്കാം. പിന്നെ കുറച്ചും കൂടി സ്മൂത്ത് എക്സിൻ്റെ കുറച്ചും കൂടിയും പല ഭാഷകളുള്ള കുറച്ചും കൂടി ഒരു വലിയൊരു മാനുവൽ, വലിയ മീൻസ് വലിപ്പത്തിലല്ല, കുറച്ചുകൂടെ പേജുകളുള്ളൊരു മാനുവൽ ഉണ്ട്. അത് നമുക്ക് മാറ്റിയേക്കാം. അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. പിന്നെ മോയ്സ്ചർ, ഇവിടെയാണ് മറ്റു 2 കാര്യങ്ങളുള്ളത്. അത് നമുക്ക് എന്താ നോക്കാം. ഇതാണ് അതിൻ്റെ ട്രൈപോഡ് സ്റ്റാൻഡ്. പ്ലാസ്റ്റിക്കാണ്. ഇതിവിടെ ഇരുന്നോളും. ഇവിടെ അത് മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂ ഉണ്ട്. ട്രൈപോഡ് സ്റ്റാൻഡ്. ഇതാണ് നമ്മുടെ ആ ഗിംബൽ. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം.
ഇതിൻ്റെ മുകളിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്, ചുമ്മാ പിടിച്ച് വലിക്കാൻ പാടില്ല. എങ്ങനെയാണിത് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് കൃത്യമായി കാണിക്കുന്ന ഒരു ഇൻസ്റ്റാളേഷൻ ഗൈഡ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഗിംബൽ ആകെ നമ്മുടെ ഒരു കൈപ്പിടി അല്ലെങ്കിൽ കൈ വെള്ളയിൽ ഒതുങ്ങുന്ന വലിപ്പം മാത്രമേ ഉള്ളൂ. ഇതാണ് സൈസ്, വെയിറ്റും കുറവാണ്. ഇതാണ് നമ്മുടെ ഗിംബൽ. ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ നമ്മൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെയാണുള്ളത്. ഇത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അടുത്തതായി ഇതിൻ്റെ ആക്സിസ് ഒന്ന് അല്പം മുകളിലോട്ട് വലിച്ചു, പിന്നെ കുറച്ചൊന്ന് അകട്ടി, പിന്നെ ഈ ബേസ് ഒന്ന് 180 താഴോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇത് നേരെയാക്കുക. ഇപ്പം നമ്മൾ പൂർണ്ണമായിട്ട് അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നമുക്ക് വലിപ്പം ഇതൊരു ട്രൈപോഡായിട്ട് വേണമെങ്കിൽ നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ട് മാത്രം വേണമെങ്കിൽ ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത്രയും ഭാഗം നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. ആവശ്യം കഴിഞ്ഞാൽ സ്ട്രെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതാണ് ഗിംബൽ. അപ്പോൾ ഇത് കൂടുതലായിട്ട് എങ്ങനെ ഉപയോഗിക്കാം, ഇത് വെച്ച് ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാകും, വീഡിയോ എടുത്താൽ എങ്ങനെ ഉണ്ടാകും, ഇതൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ നോക്കാം. ഇപ്പോൾ ഈ ഒരു അൺബോക്സിങ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഗിംബൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ മാനുവലൊക്കെ വെച്ചിട്ട് ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യാന്നൊക്കെ ഒന്ന് പഠിക്കണം. അതിനുശേഷം ഞാൻ ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെയും അതേപോലെ ഇത് വെച്ചുള്ള വീഡിയോ ടെസ്റ്റിൻ്റെയൊക്കെ വീഡിയോ ഇട്ട് വരാം. അപ്പോൾ ഇന്നത്തെ അൺബോക്സിങ് അവിടെ കഴിയുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. അടുത്ത വീഡിയോയിലേക്ക് ബൈ.